ഇതാണ് മാങ്കോസ്റ്റിൻ്റെ മരം. പഴങ്ങളിൽ രാജ്ഞി എന്നും ഇതറിയപ്പെടുന്നു. ഇത് ഏകദേശം ഞങ്ങൾ വെച്ചൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു മരത്തിൽ നിന്ന് പതുക്കെ പതുക്കെ വലുതായി വലിയൊരു മരം ആയിട്ടിത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ഇലയാണ് ഇതിൻ്റെ. കുറേ വലുതാകുമ്പോൾ അതിനനുസരിച്ച് നല്ല തണൽ തരുന്ന ഒരു വലിയ മരമായിട്ട് ഇത് മാറും. ആദ്യം കായ്ക്കൾ നല്ല ലൈറ്റ് പച്ച കളറിലായിട്ട് വരും. പിന്നെ പഴുത്ത് കഴിയുമ്പോൾ നല്ല പർപ്പിൾ കളറായിട്ട് വരും. പർപ്പിൾ കളറായിട്ട് നല്ലോണം പഴുത്ത് കഴിയുമ്പോൾ ഇത് തന്നെത്താനെ മരത്തിൽ നിന്ന് അടർന്ന് താഴേക്ക് വീഴും. അപ്പോൾ താഴേക്ക് വീണ ആ പർപ്പിൾ കളറിലുള്ള മാങ്കോസ്റ്റിനാണ് നല്ല മധുരം ഉണ്ടാകുക. അധികം പഴുക്കാത്ത മാങ്കോസ്റ്റിന് ചെറിയൊരു പുളിപ്പ് രസം കൂട്ടുണ്ടാവും. നമ്മൾ കുടപ്പുളിയുടെയൊക്കെ ഒരു ഉള്ളിൽ കായ് കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു പുളിപ്പ് പോലെ ഉണ്ടാവും ശരിക്കും പഴുത്തിട്ടില്ലെങ്കിൽ. ശരിക്കും പഴുത്താണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. കണ്ടില്ലേ, ഇപ്പോൾ അത് താഴെ വീണ് കിടന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മാങ്കോസ്റ്റിൻ്റെ അറ്റത്ത് ചെറിയ പൂവിൻ്റെ ഡിസൈൻ കണ്ടില്ലേ, അതിൽ ആ പൂവിൻ്റെ ഡിസൈനിൽ ആ എതളുണ്ടല്ലോ, ആ എതളിൻ്റെ എണ്ണം അനുസരിച്ചായിരിക്കും ഈ കായ് പൊട്ടിക്കുമ്പോൾ അതിലുണ്ടാവണ ആ ഫ്രൂട്ടിൻ്റെ ചോളയുടെ അല്ലെങ്കിൽ ചോളയുടെ എണ്ണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനിപ്പോൾ 7 എതളുകൾ കാണുന്നുണ്ട് ഈ മാങ്കോസ്റ്റിൻ്റെ പൂവിന് ഇല്ലേ. അപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ അതിൽ ഉള്ളിലെ ഫ്രൂട്ടിനും 7 ചോള ഉണ്ടാവുമെന്നാണ് പറയുക. നല്ല വെളുത്ത കളറിലാണ് അതിൻ്റെ ഉള്ളിലെ ചോള ഇരിക്കുക. നല്ല മധുരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണിത്. അതുപോലെ നമുക്കിത് പുറത്തൊക്കെ നല്ല വിലയുണ്ട് വാങ്ങിക്കുമ്പോൾ, മാങ്കോസ്റ്റ് വാങ്ങിക്കുമ്പോൾ കണ്ടില്ല, ഇത് പൊട്ടിച്ചപ്പോൾ നല്ല വെളുത്ത കളറിലാണ് ഇതിൻ്റെ ഉള്ളിൽ ചോള ഇരിക്കുന്നത്. പുറമേക്ക് നല്ല പർപ്പിൾ കളറും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിലൊക്കെ വെച്ച് നോക്കാം. നല്ല രസമാണ് കഴിക്കാനായിട്ട്. കണ്ടോ, ഈ ഫ്രൂട്ടിൻ്റെ ചോളയുടെ എണ്ണം എന്ന് പറയുന്ന പൂവിൻ്റെ എണ്ണത്തിനനുസരിച്ചായിരിക്കും ഇരിക്കുക.